നമസ്കാരം. ഇറാൻ്റെ ഒരു പ്രധാന എനർജി റിസോഴ്സസായ പാർസ് ഗ്യാസ് ഫീൽഡിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലെ എനർജി അസറ്റുകളിൽ ഇറാൻ കൗണ്ടർ ആക്രമണം നടത്തിയേക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇന്ന് ഇറാൻ്റെ ഒഫീഷ്യൽ വാർത്താ ഏജൻസി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിൻ്റെ വിലയിൽ ഗണ്യമായ വർധനവ് നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. US-ൻ്റെ സഹായത്തോടുകൂടി ഇസ്രായേൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട എനർജി റിസോഴ്സസുകളിലും എണ്ണപ്പാടങ്ങളിലും ഗ്യാസ് ഫീൽഡുകളിലും ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഇത് യുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാനും ക്രൂഡിൻ്റെ വിലയിൽ വലിയ വർധനവും വോളറ്റിലിറ്റിയും വരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ക്രൂഡിൻ്റെ വില $108 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. യുദ്ധം തുടങ്ങിയതിന് ശേഷം ക്രൂഡിൻ്റെ വിലയിൽ 50% വർധനവാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ വ്യാപാരത്തിൻ്റെ പ്രോട്ടോക്കോൾ തന്നെ മാറ്റും എന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇതും ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും വോളറ്റൈലാക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. കൂടാതെ ഇറാൻ്റെ ചില ടോപ്പ് മിനിസ്റ്ററുകളെയും അല്ലെങ്കിൽ ഇറാൻ്റെ ടോപ്പ് മിനിസ്ട്രിയിൽ ഉൾപ്പെട്ട ചില നേതാക്കളെയും ഇസ്രായേൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഗ്ലോബൽ മാർക്കറ്റിനെ കൂടുതൽ അസ്ഥിരതപ്പെടുത്താൻ സാധ്യതയുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വില $108 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന എക്കോണമികളെ സംബന്ധിച്ചിടത്തോളമുള്ള നെഗറ്റീവ് അപ്ഡേറ്റാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഷോർട്ട് കവറിംഗ് റാലി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് 24,000 ക്ലോസിംഗ് നൽകി. അതേസമയം ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിച്ചാലും 23,850 മാർക്കറ്റിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 23,850 മുതൽ 24,000 വരെയുള്ള സോൺ മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻസ് സോണായിട്ടാണ് പ്രവർത്തിക്കുക. 23,500 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കും. ഇനി 24,000 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്രഷ് ബൈയിങ് മാർക്കറ്റിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നാൽ തന്നെ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് പ്രമുഖ ബ്രോക്കേജ് ഫിമായ ICICI സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ക്ലൗഡ് കോവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജൻറ്റുകൾ മാർക്കറ്റിൽ വ്യാപകമായി റിലീസ് ചെയ്യപ്പെട്ടതോടുകൂടി IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വരികയും ഇയർ ടിൽ ഡേറ്റിൽ IT സെക്ടർ 21% ഇടിയുകയും ചെയ്തു. ICICI സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ IT സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും ഇപ്പോൾ വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയിക്കുന്ന റെവല്യൂഷൻ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ആകാനും സക്സസ് ആവാനും സമയമെടുക്കും. അതിനു മുൻപേ തന്നെ ഒട്ടുമിക്ക IT സെക്ടറിലെ കമ്പനികളും AI ഏജൻറ്റ് സെക്ടറിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാജ്വലി IT സെക്ടറിലെ സ്റ്റോക്കുകൾ 2027-28 ഫിനാൻഷ്യൽ ഇയറോടുകൂടി റവന്യൂ ഗ്രോത്ത് കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ IT സെക്ടറിലെ പല സ്റ്റോക്കുകൾക്കും അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട്. ഇവിടെ കമ്പനിയുടെ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് 3 മുതൽ 6% മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത പരിഗണിച്ചാണ് ചില സ്റ്റോക്കുകൾക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ICICI സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയ ഒന്നാമത്തെ സ്റ്റോക്ക് കോഫോർജ് ആണ്. 20% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് കോഫോർജ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത്. ഒട്ടുമിക്ക അനലിസ്റ്റുകളും സ്റ്റോക്കിന് ന്യൂട്രൽ എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കോഫോർജിന് അനലിസ്റ്റുകൾ, അതായത് ICICI സെക്യൂരിറ്റീസിൻ്റെ അനലിസ്റ്റ് ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 1430, രണ്ടാമത്തെ ടാർഗറ്റ് 1710. മറ്റൊരു സ്റ്റോക്ക് IT സെക്ടറിലെ തന്നെ എംഫസിസ് ആണ്. എംഫസിസിനും ICICI സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 2,500 നിന്നും എംഫസിസിൻ്റെ ടാർഗറ്റ് 3,140 കുറച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് LTI Mindtree ആണ്. LTI Mindtree എന്ന സ്റ്റോക്കിന് അനലിസ്റ്റുകൾ റെഡ്യൂസിൽ നിന്നും ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് പ്രൈസ് 5,460 നിന്നും 4,490 രൂപയിലേക്ക് ഇടിയുന്നുമുണ്ട്. ഇനി IT സെക്ടറിലെ ചില പ്രമുഖ സ്റ്റോക്കുകൾക്ക് കൂടി പ്രമുഖ ബ്രോക്കേജ് ഫീം ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെ കോഫോർജിന് ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ എംഫസിസ് എന്ന സ്റ്റോക്കിനും അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഹെക്സാവയർ എന്ന മിഡ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കിനും അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെ അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്ന ചില മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ക്വാളിറ്റി സ്റ്റോക്കുകളെ നമ്മൾക്ക് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.